സ്വന്തം ക്യാരക്ടറിൽ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ഉന്മാദം എന്താണ്? സിനിമയിലെ ക്യാരക്ടറിലോ അതോ ജീവിതത്തിലെ ക്യാരക്ടർ? ജീവിതത്തില് ഞങ്ങൾക്ക് തോന്നണ്ടേ? അതെ. അല്ല, ഞാനും ആ ടൈമിൽ സ്കൂളിലായിരുന്നു. എന്താ വെച്ചാ തോറ്റു പഠിച്ചല്ല. ഇവരെല്ലാവരും എല്ലാ ഇന്റർവ്യൂസിലും എന്നെ പറഞ്ഞ് കളിയാക്കാറുള്ളത് പോലെ സൗമ്യ എന്നുള്ളത് പേരിൽ മാത്രമേ ഉള്ള ആ ഒരു സൗമ്യത, അല്ലാതെ ഒരു ക്യാരക്ടറിന് തീരെ സൗമ്യത ഇല്ലാത്ത കുറച്ച് ലൗഡായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം. കാലം മാറുന്നതോടു പോലെ അതിനൊപ്പം ഇതിന്റെ നമ്മളുടെ സിസ്റ്റംസും കുറെയൊക്കെ മാറാനുണ്ട്. സിസ്റ്റം മാറുക എന്ന് പറയാൻ നമുക്ക് ആഗ്രഹിക്കാനേ പറ്റും. നമ്മൾ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതെ നിൽക്കുമ്പോഴാണ് അവിടെ ഷാഹി കബീർ തിരക്കഥയിൽ ഒരുങ്ങുന്ന മറ്റൊരു മലയാള ചലച്ചിത്രം ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്താണ് ഉന്മാദം മൂവി ടീമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം. താങ്ക് യു. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഈ സിനിമയിൽ എവിടെ നോക്കുമ്പോഴും നമുക്കൊരു പല്ലിയിലാണ് കാണാൻ പറ്റുന്നത്. ട്രെയിലർ നോക്കുമ്പോൾ പല്ലി, പോസ്റ്റർ, എല്ലാറ്റിലും ടൈറ്റിലും. എന്താണ് ഇതിൽ പല്ലിയുടെ റോള്? പല്ലി ഇതില് ഒഴിച്ചുകൂടാനാവാത്ത ഒരു എലമെന്റ് ആണെന്ന് പറയാം. ഇതിലെ ചാക്കോച്ചൻ ചെയ്തിരിക്കുന്ന ഷെല്ലി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പല അവസ്ഥകളിൽ ചാക്കോച്ചൻ്റെ ഈ ഷെല്ലി എന്ന് പറയുന്ന ക്യാരക്ടറിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു എലമെന്റ് ആണ് പല്ലി. അതേപോലെ ഈ ഷെല്ലിക്ക് പല കാര്യങ്ങളിലും ഒരു വഴികാട്ടിയായിട്ട് നിൽക്കുന്നതും പല്ലിയാണെന്ന് പറയാം. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറാണെന്ന് പറയാം പല്ലി ഈ സിനിമയിൽ. ആദ്യമായിട്ടല്ലേ ചാക്കോച്ചന്റെ ഒപ്പം അഭിനയിക്കുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ചാക്കോച്ചന് നമ്മളിപ്പോൾ എല്ലാവരും ഒരു പെർഫോമർ ആയിട്ടാണ് കാണുന്നത്. പണ്ടത്തെ ഒരു ചോക്ലേറ്റ് ബോയ് ഇമേജ് എന്നൊക്കെ ഒത്തിരി മാറി ഇപ്പം ചെയ്യുന്ന സിനിമകളിലെ എല്ലാ കഥാപാത്രങ്ങളും അത്രയേറെ വ്യത്യസ്തതയോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെർഫോമറാണ്. അപ്പം ഈ ഒരു സമയത്ത് ചാക്കോച്ചൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആസ് എ ഹ്യൂമൻ ബീയിങ് ആയാലും എത്രത്തോളം ജെന്യുവിൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് നേരിട്ട് അറിയാൻ പറ്റി. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്ക് വളരെ അടുപ്പമുള്ളവരോടൊക്കെ ഞാൻ പറയുമായിരുന്നു, അത്രയേറെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ്. ഇപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളതിന് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് തോന്നിയ ഒരു കോ ആക്ടർ ചാക്കോച്ചനായിരിക്കും തീർച്ചയായും. നല്ലൊരു ടീമിന്റെ ഭാഗമാവുക എന്നുള്ളതാണല്ലോ എല്ലാ ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കുന്നത്. അപ്പം ഇങ്ങനൊരു വേഷത്തിലേക്ക് വിളിച്ചപ്പം എന്തായിരുന്നു എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നത്? ഇതിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളുടെ ആഗ്രഹമാണ്, പ്രത്യേകിച്ച് ഷായിക്കയുടെ സ്ക്രിപ്റ്റിൽ ഒരു ക്യാരക്ടറായിട്ട് വരിക എന്നുള്ളത്, അല്ലെങ്കിൽ അന്ന് അഭിനയിക്കുക എന്നുള്ളത് എല്ലാ ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം തന്നെയാണ്. അതേപോലെ തന്നെയായിരുന്നു എനിക്കും. ഞാൻ ഇലവിഴ പൂഞ്ചിറയിൽ ചെറിയൊരു ജസ്റ്റ് ഒരു ക്യാമിയോ റോൾ, അത് നമുക്കൊരു സംശയം തോന്നിക്കണം എന്ന രീതിയിൽ തന്നെയായിട്ട് ഷായിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ നമുക്കൊരു സംശയം തോന്നിപ്പിക്കണം ആൾക്കാരുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു, ഓ പിന്നെന്താ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അന്നിങ്ങനെ ചെയ്തു. അതിന് നെക്സ്റ്റ് റോന്തിലേക്ക് ഒരു ക്യാരക്ടറിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. സുഖമില്ലാണ്ടായി, അപ്പോൾ അങ്ങനെ അന്ന് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അത് 2 ദിവസം മുന്നെയാണ് എനിക്ക് വയ്യാണ്ടായിരുന്നു, പനിയും ഒക്കെ ആയിട്ട്. ചിക്കൻ ബോക്സ് ആയിരുന്നു ആക്ച്വലി. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അപ്പോഴും ഞാൻ വിചാരിച്ചു, ശരി എനിക്കൊരു നല്ലൊരു ക്യാരക്ടർ തരാമെന്ന് ഒരു ഇതായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു നല്ല ടീമിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഉടനെ തന്നെ ഈ പ്രോജക്റ്റ് ഓണായി. അപ്പോൾ എന്നാൽ ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് ഇതിൻ്റെ അകത്ത്, നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അങ്ങനെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ കിരൺ ചേട്ടനെ കണ്ടു. ഷായിക്ക നമുക്കുണ്ടായിരുന്ന സീൻസ് എല്ലാം വായിക്കാൻ തന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ആക്ച്വലി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഷായിക്ക വിളിച്ചിട്ടൊരു ക്യാരക്ടറുണ്ട് പോരെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പോരും ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. മികച്ച സിനിമകളല്ലേ? പിന്നെ തീർച്ചയായിട്ടും, കാരണം ഒന്നാമത്തെ കാര്യം, ഏതൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷവും. അത് ഒരു പരിധി വരെ നമ്മളുടെ കരിയറിനും അത് ഒന്ന് ഉയർത്തുകയാണ് നമ്മളെ. ഒരു പരിധി വരെ എന്നല്ല, ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ അതാണ് ഉയർത്തുന്നത് ശരിക്കും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു ടീമിനെ ഇപ്പോൾ ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള, ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ടീമിനോടൊപ്പം നമ്മളും ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ദൈവാനുഗ്രഹമാണ്. അപ്പോൾ അതിനാണ് ഏറ്റവും വലിയ സന്തോഷം, ഇത്രയും നല്ല ടീമിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റിയതിൽ. ഇതിലിപ്പം ഇലവിഴ പൂഞ്ചിറയിൽ റൈറ്ററായിട്ട് ആയിരുന്നു അല്ലേ? അതിലും ഷായിക്ക് അവരുടെ ഒപ്പം ആയിരുന്നില്ലേ? അപ്പം അതിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ഇതിന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്?
അതായത് ഒരേ ആക്ടിങ്ങിലോ രണ്ടുപേരും ഒരുപോലെ വർക്ക് ചെയ്ത ഒരു മൂവി തന്നെയാണല്ലോ ഇതും. അതെ, അത് രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തെന്നുള്ളതല്ല, സിനിമയ്ക്ക് മുമ്പ് മുതൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞാനും പോലീസിലാണ്, അവനും ആ. പോലീസിലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരാണ്. ഇപ്പോഴും സിനിമയ്ക്ക് അല്ലാതെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് ഉണ്ടാകാറുള്ള സൗഹൃദങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് അല്ല, നമ്മൾ ആ ടീമിനൊപ്പം ആണ് തുടക്കം മുതൽ, അതിൻ്റെ സ്ക്രിപ്റ്റ് മുതൽ ഇങ്ങനെ സിനിമയുടെ ഇപ്പം ഈ ഇൻ്റർവ്യൂ വരെ ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ചാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു വേറിട്ടതായിട്ട് തോന്നുന്നില്ല, നമ്മുടെ റൊട്ടീൻ പരിപാടിയായിട്ട് തന്നെ ഫീൽ ചെയ്യാറുള്ളൂ. ആ ടീമും അതാണ്, ഫുൾ ടീമും എൻ്റെ ടീം അങ്ങനെയായിരുന്നു. ഇവർക്കെല്ലാം അത് ഫീൽ ചെയ്തിട്ടുണ്ട് അവസാനം. ആരും ആരുടെയും മുകളിലും അല്ല താഴെയും അല്ല, എല്ലാവരും ഒരേപോലെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പോകുന്ന, അത് ഞങ്ങളുടെ ലൈഫിൽ സ്ഥിരം അങ്ങനെ തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ചായിട്ടൊന്നും തോന്നില്ല. ഓൺ സ്ഥിരം സംഭവിക്കുന്നത് തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നു. റിയൽ ലൈഫിലും പോലീസാണല്ലോ, ക്യാരക്ടറിന് എന്തെങ്കിലും തരത്തിൽ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അതെ, ഞാൻ ചെയ്ത ക്യാരക്ടറിനോ? ആ. എൻ്റെ ക്യാരക്ടർ ഷായിക്കറിയാം, എൻ്റെ സ്വഭാവം അറിയാം. ഷായി ഇൻസിഡൻ്റ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ജോലികൾ തന്നെയാണ്. പ്രത്യേകിച്ച് എന്നുള്ള പറഞ്ഞാൽ ഇപ്പോഴത്തെ ചാക്കോച്ചൻ നിൽക്കുന്നു, മറ്റുള്ള ആർട്ടിസ്റ്റുകൾ നിൽക്കുന്നു, അവരുടെ ഒപ്പം നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതുവരെ ചെയ്തേക്കുന്ന സിനിമകൾ കൂടുതലും ഞാൻ പോലീസ് റോളുകളാണ് കൂടുതലും ചെയ്തേക്കുന്നത്. ഞാൻ പോലീസുകാരനായതുകൊണ്ട് അവർക്ക് അത് ഉപകാരപ്പെടുന്നതുകൊണ്ടാവാം. ഇത് നോർമലി അങ്ങനെയല്ല, അതുകൊണ്ടല്ല, ഫ്രണ്ട്ഷിപ്പ് കൊണ്ടും അല്ല. ഷാഹിയുടെ എല്ലാ സിനിമകളിലും ഞാനില്ല, പക്ഷെ എല്ലാ സിനിമയുടെയും കൂടെയുണ്ട്, സ്ക്രീനിൽ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആകസ്മികമായിട്ട് ഒരാൾ ചെയ്യേണ്ട റോള് അയാൾ എത്തിയില്ല എന്തോ സംതിങ്, അപ്പോൾ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട്, ഷായിക്ക് എപ്പോഴും എന്നോട് ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും എല്ലാ സിനിമയിലും പറയും ആരും റോളുണ്ടാവും, പക്ഷേ എനിക്ക് എന്തോ സംഭവിക്കില്ല. അത് പക്ഷേ എൻ്റെ പടത്തിൻ്റെ എഴുത്തോ പരിപാടികളോ ഒക്കെ ആയിട്ടുള്ള തിരക്കുകളുണ്ട്, ചിലപ്പം കൂടെ ഉണ്ടാവില്ല. പക്ഷേ ലൊക്കേഷനിലൊക്കെ മിക്കവാറും ഉണ്ടാവും, എഴുത്തിൻ്റെ കൂടെ ഉണ്ടാവും, ബാക്കി എല്ലാ പ്രോസസ്സിലും കൂടെ ഉണ്ടാവും. ഇതിൽ ഇച്ചിരി നല്ല റോള്, ഇച്ചിരി ലെങ്തുള്ള ചാക്കോച്ചനുമായിട്ട് എല്ലാം കുറേ സ്ക്രീൻ ടൈം കിട്ടിയ റോളാണ്. മണിച്ചിത്രത്താഴ് പോലെയുള്ള സൈക്കോളജിക്കൽ ത്രില്ലറൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള ക്ലാസിക് പടങ്ങൾ ചെയ്തു വെച്ച് കണ്ട് പരിചയിച്ച ഓഡിയൻസ് ആണുള്ളത്. അപ്പം അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഇത് വ്യത്യസ്തമാവുന്നത്? നമ്മൾ ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരു പോലീസ് കഥയിൽ അല്ലെങ്കിൽ ഒരു പോലീസുമായിട്ട് ബന്ധപ്പെടുത്തി ഒരിക്കലും നമ്മളൊരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സോ അല്ലെങ്കിൽ ഒരു ഹൊറർ എലമെൻ്റ് ഉള്ള ഒരു സിനിമ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് വളരെ അപൂർവമായിരിക്കും. അപ്പം അത് തന്നെയാണ് ഈ ചിത്രത്തെ തീർച്ചയായിട്ടും മാറ്റി നിർത്തുന്നത്. കാരണം പോലീസ് എന്ന് പറയുന്നിടത്ത് അവിടെ എത്രത്തോളം അവിടെ ഒരു അന്ധവിശ്വാസത്തിനൊന്നും അത്രയും സ്കോപ്പ് ഉള്ളതല്ല. കാരണം ഈ പറയുന്ന കേസുകൾ ഒക്കെ ഇവർ ഹാൻഡിൽ ചെയ്യുന്ന രീതി, അപ്പോൾ അതിൽ എവിടെയും ഒരു അന്ധവിശ്വാസത്തിന് സ്കോപ്പ് ഉള്ള ഏരിയ അല്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഇതിലേക്കൊരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിനു മുമ്പ് വന്നിട്ടുള്ള ഒരു ഹൊറർ സിനിമകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമകളിൽ നിന്ന് ഇതിനെ തീർച്ചയായിട്ടും മാറ്റി നിർത്തുന്ന ഒരു ഘടകമാണ്. ക്യാരക്ടറിൽ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ഉന്മാദം എന്താണ്? എൻ്റെ സിനിമയിലെ ക്യാരക്ടറിലോ ജീവിതത്തിലെ ക്യാരക്ടർ ലൈഫിൽ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതെ, അതെ, എന്തോ കുഴപ്പമുണ്ട്. ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ മനസ്സിൽ കിട്ടി, അതൊന്ന് എഴുതി ഒരു നല്ല സ്ക്രിപ്റ്റാണ് എന്ന് നമുക്കും അത് കേൾക്കുന്നവർക്കും തോന്നുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എഴുതിയൊരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു ക്യാരക്ടർ നന്നായി എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ നിമിഷത്തെ ഒരു ഉന്മാദമുണ്ട്. ഇതാണ് എന്നെ സംബന്ധിച്ചിട്ട്. കാരണം സിനിമ അത്ര ആഗ്രഹിച്ച് വളരെ മോഹിച്ച് ഈ ഫീൽഡിലെത്തിയ ആളായ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഉന്മാദം ഉണ്ടാവും. എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് എത്തിപ്പെടുന്നത്? എന്നെ ഈ ഒരു സിനിമയിലേക്ക് ആദ്യം വിളിക്കുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷബീർക്കാണ്. ഞങ്ങൾ മുമ്പ് നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നറേഷന് വന്നു. അപ്പോൾ എനിക്ക് ഷാഹിക്കാണ് എനിക്കിത് കഥ നറേറ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു കോള് വന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഈ പറഞ്ഞ ഷാഹി കബീർ എന്നുള്ള പേര്, ആ പേരിന് ആളുകൾക്കിടയിലുള്ള ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടുള്ള സിനിമകൾ, അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു കഥ കേൾക്കാൻ വരുമ്പോൾ തന്നെ. വന്ന് കഥ കേൾക്കുമ്പോഴും ഇത് മറ്റൊരു പോലീസ് സ്റ്റോറിയാണ്, പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഷാഹിക്കയുടേതായിട്ട് ഇതിനു മുമ്പ് വന്നിട്ടുള്ള പോലീസ് സിനിമകളിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോലീസ് സ്റ്റോറിയാണ്. അപ്പോൾ അത് വളരെ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു ഘടകമാണ്. പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു ടീം, ഇതിൻ്റെ എഡിറ്റർ, ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഇത്രയും വർഷം അല്ലെങ്കിൽ ഇത്രയും സിനിമകൾ എഡിറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള കിരൺ ദാസ് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ കിരൺ ചേട്ടൻ ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. എനിക്ക് കിരൺ ചേട്ടനെ എനിക്ക് മുമ്പ് അറിയാം, പക്ഷേ എഡിറ്ററായിട്ടാണ് അറിയുന്നത്. അപ്പം കിരൺ ചേട്ടൻ്റെ ആദ്യത്തെ ഒരു സംവിധാന സംരംഭം,
പിന്നെ തീർച്ചയായിട്ടും എൻ്റെ കഥാപാത്രം സൗമ്യ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. കുറച്ചുകൂടി ഒരു ലൗഡായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേരിൽ മാത്രമേ ഇവരെല്ലാവരും എല്ലാ ഇൻ്റർവ്യൂസിലും എന്നെ പറഞ്ഞ് കളിയാക്കാറുള്ളത് പോലെ സൗമ്യ എന്നുള്ളത് പേരിൽ മാത്രമേ ഉള്ള ആ ഒരു സൗമ്യത, അല്ലാതെ ഒരു ക്യാരക്ടറിന് തീരെ സൗമ്യത ഇല്ലാത്ത കുറച്ച് ലൗഡായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് ലൗഡായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു തീർച്ചയായിട്ടും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു ഘടകമാണ്. പിന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് പനോരമ സ്റ്റുഡിയോസ് എന്ന് പറയുന്ന അത്രയും വലിയൊരു ബാനർ മലയാളത്തിൽ ആദ്യമായിട്ടൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ഒരു മലയാളം സിനിമ ചെയ്യുന്നു എന്നുള്ളത് ഒരു സന്തോഷം തരുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഈ പറയുന്ന എനിക്ക് ഷാഹിക്ക ഇങ്ങനെ നറേഷൻ തന്ന് ഈ ഒരു കഥാപാത്രത്തെ ഞാൻ മനസ്സിലാക്കി, സിനിമ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിത് ചെയ്യാൻ എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ അതിലേക്ക് ഈ ഒരു ടീമും കൂടി വന്നപ്പോൾ കുറച്ചധികം സന്തോഷമുണ്ടായിരുന്നു. ഞാൻ കേട്ടു നിറം സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെയാണ് പഠിച്ചിരുന്നത്. ഞാനും ആ ടൈമിൽ സ്കൂളിലായിരുന്നു. അത് തോറ്റു പഠിച്ചിട്ടല്ലേ? അത് തോറ്റു പഠിച്ചല്ല. എനിക്കാണ് ഹൈസ്കൂളും കണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ ഇയർ പറഞ്ഞ കറക്റ്റ് അറിയാം. ലിജോ ആണ് 3ല് ആയിരുന്നത്. അപ്പൊ ചാക്കോച്ചനൊക്കെ കണ്ടു വളർന്നതല്ലേ? അപ്പൊ ഒപ്പം വർക്ക് ചെയ്യുമ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഭയങ്കര ഹമ്പിൾ മാൻ ആണ് എന്നുള്ള തരത്തില് എന്തെങ്കിലും പാഠങ്ങൾ അല്ലെങ്കിൽ ആക്ടിങ്ങിലും ഒക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന്? പാഠങ്ങൾ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു എൻ്റെയും ചാക്കോച്ചനും ഇപ്പം ഞാൻ എങ്ങനെയുള്ള ഒരു ആക്ടറാണെന്ന് ചോദിച്ചാൽ, ഞാൻ കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇന്നിപ്പം ചെയ്യാൻ പോകുന്ന ഒരു സീൻ വായിക്കുമ്പോൾ ആ കഥാപാത്രം എന്തുകൊണ്ടാണ് ആ ഒരു മൊമെൻറ്റിൽ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിൽ വെക്കും. അതേപോലെ ആ ഒരു സീൻ എന്താണെന്ന് മനസ്സിലാക്കി ബാക്കിയൊക്കെ ഞാൻ അവിടെ നമ്മൾ ലൊക്കേഷനിൽ എത്തി അല്ലെങ്കിൽ മേക്കപ്പും ഹെയറും എല്ലാം ചെയ്ത് ആ ഒരു ക്യാരക്ടറായി മാറി ആ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് ആക്ഷൻ പറഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ സംഭവിക്കുന്നത് അത് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാമെന്ന് വിചാരിക്കുന്ന ആളാണ്. അല്ലാണ്ട് എനിക്ക് നേരത്തെ പ്ലാൻ ചെയ്ത് ഓക്കെ ഈ സീൻ ഇന്ന പോലെ പെർഫോം ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് പോകുന്ന ഒരാളല്ല. അപ്പം ഞാൻ ചാക്കോച്ചനിൽ കണ്ടതും അങ്ങനെ തന്നെയാണ്. ചാക്കോച്ചൻ അതിന് മുമ്പ് ചാക്കോച്ചൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോവില്ല. ആ ക്യാരക്ടർ എന്താണ് അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റിൽ ആ ക്യാരക്ടർ എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിനുശേഷം ഈ പറയുന്ന നമ്മുടെ കൂടെ ബാക്കി പെർഫോം ചെയ്യുന്നവരുടെ പെർഫോമൻസസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും നമുക്ക് ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞ്. ഇപ്പം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സൈലൻസിന് വരെ നമ്മുടെ പെർഫോമൻസിനെ സ്വാധീനിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ചാക്കോച്ചനടുത്ത് നിന്ന് ഞാൻ പഠിച്ചതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചാക്കോച്ചനും അതേ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കുന്ന, അത് തന്നെ ഫോളോ ചെയ്യുന്ന ഒരു ആക്ടറാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കഥാപാത്രം ഇത് തന്നെ ഷാഹിക്കയുടെ തന്നെ ഒരു പോലീസ് കഥകളിൽ 3ാമത്തെ പോലീസ് വേഷമാണ് ചാക്കോച്ചൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ കണ്ടിരിക്കുന്ന 2 പോലീസ് വേഷങ്ങളിൽ നിന്നും അത്രയേറെ വ്യത്യസ്തതയുണ്ട് ഷെല്ലിക്ക്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ ചാക്കോച്ചൻ എനിക്ക് തോന്നുന്നു കൃത്യമായ ധാരണയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അത്രത്തോളം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ക്യാരക്ടർ സ്റ്റഡി അത്ര നന്നായി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ, അതായത് ഇതിന് മുമ്പ് വന്നിട്ടുള്ള പോലീസ് ക്യാരക്ടേഴ്സിൻ്റെ മാനറിസംസ് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ ചാക്കോച്ചൻ അത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കി ഈ പറയുന്ന പ്രോസസ്സ് എല്ലാം തന്നെ സിമിലർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പോലീസ് വേഷം ചെയ്തിട്ടില്ലേ? അപ്പൊ അത് ഇതില് എന്താണ് റോള് ചെയ്യുന്നത്? ഇതിൽ എന്ത് റോളാണ്? ഇതിൽ പോലീസല്ല, അത് അതേ പറയുന്നു. ഇതിൽ പോലീസല്ല. എനിക്ക് ദൃഢം കഴിഞ്ഞു വന്നിട്ടാന്ന് തോന്നുന്നു കുറെ പേര് പോലീസ് അല്ലേ തോന്നുന്നു. ഞാൻ പോലീസല്ല, ഒരു പോലീസുകാരൻ്റെ ഭാര്യയാണ്, അത്രേ ഉള്ളൂ. ഇതിലെ എൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അധികം അങ്ങനെ ഒത്തിരി ഒരു ത്രൂ ഔട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് നേരം സ്ക്രീൻ സ്പേസ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഉള്ളത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന അയൽവാസികളുണ്ടല്ലോ, അപ്പൊ അവരുടേതായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, എല്ലാ ഗുണമുള്ള, അതെ അതെ അതെ, അതിന്റെ എല്ലാ സ്വഭാവങ്ങളും ഗുണഗണങ്ങളും. അതെ അതെ, ഞാൻ ലിജോയായിട്ടാണ് കൂടുതൽ സീൻസും ഉള്ളത്. ഇപ്പം ഷാജുജാനാണ് ഹസ്ബൻഡായിട്ട് ചെയ്യുന്നത്. ഇവര് ഞങ്ങളുടെ നെയ്ബേഴ്സാണ്, ലിജോയും ചാക്കോച്ചനും. അതെ. അപ്പൊ അവിടെ ഉണ്ടാവുന്ന കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അതൊരു ലൈറ്റ് വേർഷൻ അതാണ്. അതെ, എപ്പോഴും കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അത് എന്തായാലും കൊള്ളാം, നല്ല നല്ല നെയ്ബേഴ്സാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒന്നും ഇപ്പൊ സിനിമകളിൽ അങ്ങനെ ഒത്തിരി വരുന്നില്ല. ഒരു ഇടക്കാലത്തായിരുന്നു അത്തരം ക്യാരക്ടേഴ്സൊക്കെ വരുന്നതാണ്. ഇപ്പൊ തീർത്തും ഇല്ല എന്നല്ല, കുറവാണ് അത്തരം ഇപ്പൊ നെയ്ബേഴ്സ് എന്നൊക്കെ പറയുന്നതൊക്കെ. അപ്പം അത് ഈ സിനിമയിൽ അങ്ങനെ ഉണ്ട്, അതിലൊരു ഭാഗമാവാൻ പറ്റി, അങ്ങനെ ആ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി എന്നുള്ളത് നല്ല രസമാണത്.
ജോലിയൊക്കെ വിട്ട് അഭിനയം സ്ഥിരമാക്കാനുള്ള പരിപാടി ഉണ്ടോ? ഇല്ല. ജോലി ആദ്യം കിട്ടിയ ജോലിയാണല്ലോ. ഒന്ന് നമുക്കത് ഇപ്പോഴത്തെ ഒരു മലയാളികളുടെ ഒരു കോമൺ സ്ഥാനമുണ്ട്, സർക്കാർ ജോലി കിട്ടിയാൽ അത്യാവശ്യം ജീവിച്ചു പോകാം എന്നുള്ള സ്ഥാനത്തിൽ അത് കളയാൻ പറ്റില്ല. ഒന്ന് സിനിമയുടെ ഒരു അനിശ്ചിതത്വം ഉണ്ടല്ലോ എപ്പോഴും നമുക്ക് വർക്ക് കിട്ടണമെന്നില്ല, ചെയ്യാൻ പറ്റണമെന്നില്ല. ലിജമോളൊക്കെ അത് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. ഒരു വർക്ക് കഴിഞ്ഞ് അടുത്ത വർക്ക് ഇത് കഴിഞ്ഞ് ഇപ്പം പോവും, ഒരു സമയം ഇന്നില്ലാതായാലും എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. കാരണം നമ്മുടെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് 56 വയസ്സ് വരെ പ്രശ്നമില്ലാതെ എങ്ങനെയാലും പോവാം. പിന്നെ പെൻഷൻ എപ്പോഴും 2 പ്രാവശ്യം കഴിയും. അപ്പോൾ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും. അതെ, അഡ്ജസ്റ്റ്മെൻറ്റാ. അപ്പോൾ അത് ഒരു ഇതുള്ളതുകൊണ്ട് വിടുന്നില്ല. പിന്നെ നമുക്ക് കഥകൾ കിട്ടും. പോലീസിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കുറേ കഥകൾ കാണാം, കുറേ എഴുതണമെന്നുണ്ട്, ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആ പാഷനിലേക്കൊക്കെ എത്താൻ ഈ ജോലി സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറ്റുന്നിടത്തോളം കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. അഥവാ ഉണ്ടെങ്കിലും ലീവ് എടുക്കുകയുള്ളൂ, വേണ്ടാന്ന് നോക്കില്ല. അങ്ങനെ എന്തെങ്കിലും കഥകൾ ഈ സിനിമേനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും? ഷായിക്കോ ആവശ്യത്തിലധികം ഉണ്ട്, അവനൊന്നും പറഞ്ഞു കൊടുക്കണ്ട. കാരണം വെച്ചാൽ ഈ ഓരോ പോലീസുകാരോട്, നിങ്ങളിപ്പോൾ ഷാഹിയുടെ എൻ്റെ അല്ല, നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം ചുമ്മാ പോയി നിന്നാൽ മതി, ഒരു 100 കഥ കിട്ടും. 100 വ്യത്യസ്തമായ പരാതികളും ചുമ്മാ രസമാണത്. അത് നിങ്ങൾക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ വീട്ടിൽ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതെ നിൽക്കുന്ന നമ്മുടെ അടുത്തിട്ടായിരിക്കും ഒരു പെറ്റ് ഡോഗിനെ കണ്ടില്ല എന്ന് പറഞ്ഞ ഒരാൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ വരിക. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ആ ഡോഗ് അവരുടെ ഭയങ്കര വിലപ്പെട്ടതാണ്. നമ്മൾ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതെ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു സാധനം വരും. അത് ഞാനൊരു സിനിമയിൽ ആ സീക്വൻസ് വെച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതിൻ്റെ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ഒരു പരാതി നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് അവിടെ വരിക. ഇപ്പുറത്ത് നിൽക്കുന്ന പോലീസുകാരനെ സംബന്ധിച്ചിട്ട് അത് പരാതിയാണ്, അത് ചെയ്തു കൊടുക്കേണ്ടതാണ്, അതെല്ലാം അറിയാമെങ്കിലും അറ്റേ മൂമെൻറ്റിൽ ആ സമയത്ത് വരുന്ന ചില കമൻറ്റുകൾ, ആ കേസ് കഴിയുമ്പോൾ വരുന്ന അടുത്ത് ഇൻറ്റേർണൽ ഡിഫറൻസ് ആയിട്ട് വേറെ സാധനമായിരിക്കാം. ഇങ്ങനെ അതിര് തർക്കം, വേലിയായിട്ട് കെട്ടി എന്ന് തുടങ്ങി ഇഷ്ടംപോലെ കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസുകൾക്കൊക്കെ പിന്നിൽ കുറേ കഥകളും ഉണ്ടാവും. നമ്മളിവരുടെ കഥകളും, ഈ കേസ് മാത്രമല്ല എടുക്കുക, അത് നമ്മൾ കാണുന്നത് ആ കേസ് മാത്രമാണെങ്കിൽ ആ കേസ് എന്താണെന്ന് പറയാൻ വേണ്ടി അവർ പറഞ്ഞു വരുന്നൊരു നരേഷനുണ്ട്. സാർ ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് തുടങ്ങി അത് പോയി തീരുന്നിടം ഒരു കഥ ഉണ്ടാവും അതിനകത്ത് നിന്ന്. അതിൽ എത്രത്തോളം അത് ഒരു സിനിമാറ്റിക് എലമെൻസോടെ വെച്ച്, അല്ലെങ്കിൽ അത് എത്ര സിനിമാറ്റിക് ആക്കാൻ പറ്റും എന്നുള്ളത് എഴുത്തുകാരൻ്റെ രീതി അനുസരിച്ചിട്ട് മാറും. അത് കഥകൾക്ക് ഷായിക്ക് പറഞ്ഞു കൊടുക്കേണ്ട, ഷായിക്കെന്നല്ല ഒരു പോലീസുകാരനും കഥകൾ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നില്ല. ഷായിയെ സംബന്ധിച്ച് പ്രത്യേകിച്ചിട്ട്, കാരണം അവൻ്റെ രീതികളും ഇപ്പം ഞങ്ങൾ സംസാരിക്കുമ്പം ഞങ്ങളുടെ സൗഹൃദങ്ങൾ ഓരോ സിനിമ കണ്ടിട്ട് വന്നാണെങ്കിലും അല്ലെങ്കിൽ ഒരു ന്യൂസ് കണ്ടിട്ട് വന്നാണെങ്കിലും ഞങ്ങളിരുന്ന് ചർച്ച ചെയ്യാറുണ്ട്. പല കാര്യങ്ങളും, അത് ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. അതിങ്ങനെ പോകുന്ന വഴിക്ക് അവൻ്റേതായ ഒരു വേർഷൻ ഉണ്ടാവും. നമ്മൾ വേണം അങ്ങനല്ല, ആ സംഭവം അത് ഇങ്ങനെയല്ലേ എന്ന് പറയുമ്പോൾ, അല്ല നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഓർത്ത് നോക്കിക്കുക, അത് ഇങ്ങനെ ആയാലും എന്തായിരിക്കും പ്രശ്നം. അങ്ങനെ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം വരെ എടുത്തിട്ടുണ്ട്. അന്ന് കേരളത്തിൽ വിവാദമായിട്ടുള്ള, എനിക്കൊന്നൊരു കട്ടപ്പനയിൽ കണ്ടൊരു ചെറിയ കുട്ടിയുടെ തലയ്ക്ക് രണ്ടാനച്ഛനും അമ്മയും കൂടി ചേർന്ന് അടിച്ചിട്ട് ഒരു കുട്ടിയായ സർക്കാർ അത് ഏറ്റെടുത്തിരുന്നു, കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അന്ന് ആ അപ്പനെയും അമ്മയും വളരെ മോശമായിട്ടാണ്, ശരിക്കും അങ്ങനെ പങ്കുപറ്റൂ. നമ്മളറിയുന്ന കേൾക്കുന്ന കഥകളിൽ അതാണ്. സ്വന്തം ജനിച്ച കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു, തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിൽ ആ ഒരു ഭീകരത, അല്ലെങ്കിൽ അവരെ നമ്മളൊരു നെഗറ്റീവ് സ്ഥാനത്ത് കാണുന്നത്. ഞങ്ങളത് ചർച്ച ചെയ്യുമ്പോൾ ഷാവി ചോദിച്ചു, നിങ്ങൾ തിരിച്ചൊന്ന് ഓർത്ത് നോക്കിയേ, ആ അപ്പന് ആ കുട്ടിയോട് അത്ര സ്നേഹമുണ്ട്, ട്രീറ്റ് ചെയ്യാൻ ക്യാഷില്ല. സർക്കാരിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സീനിയോറിറ്റി അനുസരിച്ചിട്ട് മാത്രമേ, അതുവരെ ആ കുട്ടി എത്തണമെന്നില്ല. അയാളുടെ ലൈഫ് പോയാലും കുഴപ്പമില്ല, കുഞ്ഞിനെ രക്ഷിക്കണം എന്നുള്ളിടത്ത് അയാൾ ചെയ്യുന്നൊരു ക്രൈമാണെങ്കിലോ മനഃപൂർവ്വം, അതൊരു തോട്ടാണ്. നമ്മൾ ചിന്തിക്കുന്നില്ല, അത് അവൻ ചിന്തിക്കുന്ന ആ രീതിയിലാണത്. ഞങ്ങൾ ഷോർട്ട് ഫിലിം എടുത്തതിന് കുറച്ച് അവാർഡൊക്കെ കിട്ടിയൊരു സാധനമാണ്. അപ്പോൾ ഈ രീതിയിൽ ചിന്തിക്കാൻ, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു കാഴ്ച, ഇത് സിനിമയല്ല, എന്ത് വിഷയത്തിൽ നിങ്ങൾ ഷായുടെ കൂടുതൽ സംസാരിച്ചാൽ മനസ്സിലാവും. അവൻ്റേതായ ഒരു വേർഷനുണ്ട്, അവൻ്റേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് നമുക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മുടെ ഹെൽപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. എൻ്റെ ആപ്പാട് അവൻ്റെ ഒരു ഹെൽപ്പ് കൊടുക്കുന്നത് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് അവൻ്റെ, വേറെ ആർക്കും വായിക്കാൻ പറ്റില്ല, അവനും വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്യാവശ്യം നല്ലതായതുകൊണ്ട് ഈ കഥകളൊക്കെ അവൻ പറയും, അവൻ നെരേറ്റ് ചെയ്യും, എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ചില സിനിമ എല്ലാം പൂർണ്ണമായിട്ടൊന്നുമല്ല, എനിക്കൊന്ന് ഇതിൻ്റെ ഫസ്റ്റ് വേർഷൻ മുതൽ ഞാൻ എഴുതിയ ഒരാൾ ഞാനാണ്. അവൻ പറഞ്ഞു തരും, അവനിങ്ങനെ കട്ടിലേക്ക് കിടന്നു, അവനപ്പോൾ ഇമേജ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ട് പറയാം, ആ പറയുന്ന അതേ സ്പീഡിൽ എനിക്ക് ഇവിടെ നിന്ന് എഴുതാൻ പറ്റും. അങ്ങനെ ഒരു സഹായം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ ഒരു വരിയോ ഒരു ഡയലോഗോ ഒരു സിറ്റുവേഷനോ ഒന്നും നമ്മളതായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവൻ ചോദിക്കും, പക്ഷേ സാർ ആ ക്യാരക്ടറിന് എന്താ പേരിടണ്ടേ,
അപ്പം ഞാൻ എന്തെങ്കിലും ഒരു പേര് പറയും, ആ പേര് വേണ്ട, ഓപ്പണായിട്ടങ്ങ് പറയും, അത് വേണ്ട എന്ന് പറഞ്ഞാൽ അതുപോലും അവൻ തന്നെയാണ് ചൂസ് ചെയ്യുക. അതുകൊണ്ട് അവന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഗ്ലാമർ വേഷങ്ങൾക്ക് അപ്പുറത്തേക്ക് അഭിനയ പ്രാധാന്യമുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ ജയ് ഭീമിലായിക്കോട്ടെ, പൊന്മാനിലായിക്കോട്ടെ, ആളുകൾ എപ്പോഴും ഓർത്തിരിക്കുന്ന ചില ക്യാരക്ടേഴ്സാണ്. അത്തരത്തിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. ഞാനെപ്പോഴും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു കഥ ഞാൻ കേൾക്കുമ്പോൾ ആ കഥ എത്രത്തോളം എനിക്ക് റിലേറ്റബിൾ ആണ് ഞാൻ നോക്കാറുള്ളത്. അതേപോലെ എൻ്റെ കഥാപാത്രം അത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എനിക്ക് ഏതെങ്കിലും രീതിക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എങ്കിൽ മാത്രമേ എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുന്ന കഥകളും കഥാപാത്രങ്ങളുമാണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ഉള്ളൊരു കഥാപാത്രമാണ് തീർച്ചയായിട്ടും സൗമ്യ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, അത് എനിക്ക് തോന്നുന്നു എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും ഒരു സൗമ്യ. അപ്പം എല്ലാവർക്കും പെട്ടെന്ന് നമ്മൾ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും ഇത് എൻ്റെ വീട്ടിലുള്ള ചേച്ചിയോ അല്ലെങ്കിൽ അമ്മയോ അനിയത്തിയോ ആണല്ലോ എന്ന് തോന്നുന്ന രീതിക്കുള്ള ഒരു കഥാപാത്രമാണ് സൗമ്യ. അപ്പോൾ അഭിനയ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണെന്ന് ചോദിച്ചാലും അതെ, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തതയുള്ള ഒരു കഥാപാത്രം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കുറച്ചുകൂടി ലൗഡാണ് ഈ ഒരു ക്യാരക്ടർ. ഞാൻ അങ്ങനെ അത്രയും ഒരു ലൗഡ് ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിൽ ഹൊറർ മൂവിയാണല്ലോ, അപ്പോൾ ഭയം ആയിരിക്കും ഇതിൻ്റെ കേന്ദ്രം. ഇന്ത്യൻ തെരുവുകളിലൊക്കെ ഇപ്പോൾ ഒരുപാട് ഭയം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്, അറിയാലോ, ഒരുപാട് പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ ഇപ്പം ഭരിക്കുന്ന ഭരണവ്യവസ്ഥ എന്നൊക്കെ പറയുന്നത് മൊത്തത്തിൽ ആളുകളെ ഭയപ്പെടുത്തുന്ന ഒന്നായിട്ട് തോന്നുന്നുണ്ട്, പ്രതികരിക്കേണ്ടതാണ് എന്ന് തോന്നുന്നുണ്ടോ? കുറേ മാറ്റങ്ങൾ വരുത്താൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ച്, ഒരു സ്റ്റെപ്പ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അവർ ഉന്നയിച്ചിട്ടുള്ള പല കാര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ കറക്റ്റാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നിയോണ്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലൊക്കെ കുറേ ചേഞ്ചസ് വരുത്താനുണ്ട്. ഇത് പണ്ടത്തെ ഉണ്ടായിരുന്ന ആ ഒരു സിസ്റ്റം തന്നെ നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. കാലം മാറുന്നതോടു പോലെ അതിനൊപ്പം ഇതിൻ്റെ നമ്മളുടെ സിസ്റ്റംസും കുറേയൊക്കെ മാറാനുണ്ട്. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ ഷാജേട്ടൻ അല്ല, ഞാൻ പറഞ്ഞ സിസ്റ്റത്തെ പറ്റിയൊന്നും പറയാൻ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, ഒരു സാധാരണ ഒരാളെന്നുള്ള രീതിയിൽ നമ്മൾ കുറേയൊക്കെ പുതുക്കിപ്പണിയലുകളാവാം എന്നെനിക്കും തോന്നിയിട്ടുണ്ട്. ആളൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സിസ്റ്റം മാറുക എന്ന് പറയാൻ നമുക്ക് ആഗ്രഹിക്കാനേ പറ്റൂ. അതൊക്കെ വലിയ പ്രോസസ്സാണ് സിസ്റ്റം. അതെ അതെ, അല്ല അതിന്റെ ഒരു ചെറിയ ഇതാണ് പടി ആയിരിക്കാം. പിന്നെ ഈ പ്രക്ഷോഭത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളൊരു വരെ അനുകൂലിക്കുന്നതാണ്, കാരണം യുവാക്കളുടെ ആവശ്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം ഞാൻ കാണുന്നത് ഒരു പർട്ടിക്കുലർ ആവശ്യം മാത്രമാണിത്. ഇതിൻ്റെ എന്താവും, അപ്പോൾ ആ മന്ത്രി രാജിവെക്കുമോ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആ ഇതൊരു പാർട്ടിയിൽ, ഒരു പൊളിറ്റിക്കൽ പാർട്ടി മൂവ് ചെയ്യുന്നൊരു സാധനമല്ല. അത് കണ്ടിന്യൂറ്റി ചെയ്ത് പോകാൻ ഇത് എത്രത്തോളം എത്തും എന്ന് നമുക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കാം. കാരണം ഇത് മാത്രമല്ല ഇന്ത്യയിൽ ഇത് വരുന്നത്. അപ്പോൾ അല്ലെന്ന് വെച്ചാൽ ഇവിടുത്തെ യുവാക്കൾ നേരിടുന്നതാണെന്ന് പറയുമ്പോഴും അതെത്ര ശതമാനം, അതിനപ്പുറത്തേക്ക് കോമൺ ആയിട്ട് ഇവിടുത്തെ സാധാരണക്കാർ വരെ അനുഭവിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളും മറന്നു പോകുന്നു നമ്മൾ, അത് ഉന്നയിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ തൽക്കാലം ഈ വരുന്നു ആ യുവാക്കളുടെ രോഷം, അല്ലെങ്കിൽ പഠിച്ച് ഇത്രയുമായിട്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഭാവി പോകുന്നു എന്ന് പറയുന്നിടത്ത് കൂടുന്ന ഈ കൂട്ടം പല രാജ്യങ്ങളിലും പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതാണ്. ചൈനയിലാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇതുപോലത്തെ യുവാക്കളുടെ പ്രശ്നങ്ങളുണ്ടാക്കുകയും മാറ്റങ്ങളുണ്ടാക്കുകയും വരുത്തിയിട്ടുണ്ട്. ഇത് നല്ല രീതിയിലെത്തും എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഇതിൻ്റെ ഇപ്പോൾ എന്ത് പ്രക്ഷോഭങ്ങൾക്കാണെങ്കിലും അതിനൊരു നേതൃത്വം വേണം, അതിന് മുന്നോട്ട് നയിക്കുകയും വേണം. അവിടെ കൊണ്ട് നിൽക്കുന്നില്ല, നമ്മുടെ ഒരു ആവശ്യങ്ങളും നിൽക്കുന്നില്ല, അവസാനിക്കുന്നില്ല, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതിനെ ഏറ്റെടുത്ത് ഈ പറഞ്ഞ പോലെ സിസ്റ്റവും രീതികളും ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പൊളിറ്റിക്കൽ മീൻസ് ഒരു പാർട്ടി എന്ന് നമ്മൾ പറയുന്നത് ഒരു രാഷ്ട്രീയവാദമുണ്ട്, അരാഷ്ട്രീയവാദത്തിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്കാവരുത്. ഇത് വേണം, രാഷ്ട്രീയം ഇവിടെ വേണം. ഏത് പാർട്ടി എന്നുള്ളതല്ല, ഏത് പാർട്ടിയാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക, അതിനെ നയിക്കാൻ ഒരാളുണ്ടാവുക, ആ ഒരു സിസ്റ്റം ഉണ്ടാകുക. ഇപ്പുറത്ത് ഒരു സിസ്റ്റത്തിനെതിരെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ സിസ്റ്റത്തിന് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സിസ്റ്റത്തിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്തും ഒരു സിസ്റ്റം വേണം, അത് കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായി എത്തിക്കാൻ. അല്ലെങ്കിൽ ഇതിനൊരു കോർഡിനേഷൻ ഇല്ലാതെ പോയാൽ അത് വേറൊരു ഇത് ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നില്ല, ഡെവേറ്റ് ചെയ്ത് പോവാം, വേറെ രീതിയിൽ ചർച്ചകളാവാം, അങ്ങനെയൊക്കെ വരാം. അല്ല, ഇപ്പോൾ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടീനെ മാത്രം ഉന്നം വെച്ചുകൊണ്ടല്ല പറയുന്നത്. ഇത് നമ്മളുടെ ഒരു ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ കൂടെയൊക്കെ പഠിച്ച കുട്ടികളും നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, നമ്മൾ പഠിച്ച
ആ പഠിത്തത്തിനനുസരിച്ചുള്ള ജോലിയല്ല പലരും ചെയ്യുന്നത്. ജോലി വേറെ ആയിരിക്കും ചെയ്യുന്നത്, പഠിച്ച സബ്ജക്റ്റ് വേറെ ആയിരിക്കും. അങ്ങനെ വളരെ കുറവേ ആൾക്കാരുള്ളൂ. ഇപ്പം ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ പഠിച്ചത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഗ്രാജുവേഷൻ ഭരതനാട്യമായിരുന്നു. ഞാനത് തന്നെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ തൊഴിൽ, എനിക്ക് അറിയത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല പലരും പഠിച്ചത് വേറെ. ചേട്ടൻ മറ്റേ ഒരു പടത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ പഠിച്ചതെന്തോ ചെയ്യുന്നത് വേറെന്തോ. അല്ല, അതിപ്പോ നമ്മളെ ഇപ്പൊ സ്കൂളിൽ പഠിച്ചതാണെങ്കിലും ഇപ്പൊ 10ാം ക്ലാസ് വരെ പഠിച്ചതിൽ ഞങ്ങൾ ചുമ്മാ തമാശക്ക് പറയും കോസ് തീറ്റ ഇതൊക്കെ പഠിച്ചു. ഇപ്പൊ എന്ത് ഇപ്പൊ ഈ തീറ്റ മാത്രമേ ഉള്ളൂ എന്ന് പറയും. എന്താണെന്നുള്ളത് അപ്പൊ ആവശ്യമുള്ളതാണോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ളത്, അതിനെ തുടർന്ന് തന്നെയാണോ നമുക്ക് അതിന് അവസരം എന്ന് പറയുന്നതാണ് ഏറ്റവും. അതിപ്പോ സിനിമയിലാണേലും മറ്റ് തൊഴിൽ രംഗത്താണേലും ഒക്കെ അവസരങ്ങളില്ലാത്തതുകൊണ്ടാണല്ലോ പലരും മൈഗ്രേറ്റ് ചെയ്തൊക്കെ പല വെളിയിലേക്കൊക്കെ ജോലിക്ക് പോകുന്നു എന്നോ യുവാക്കളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും എല്ലാം നടത്തുന്നത്. അതിന് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒന്നും ഒരു ഇതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളെല്ലാവരുടെയും ആവശ്യമാണ് നമ്മൾ എന്ത് പഠിച്ചോ അതിനുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാവും. ആ ഒരു അർത്ഥത്തിലല്ല. കാരണം വെച്ചാൽ ഇത് നല്ലൊരു ആശയത്തിലാണ് ഇപ്പൊ പോകുന്നത്. ഇതിനൊരു നേതൃത്വം അല്ലെങ്കിൽ ഇത് പോകാനില്ലെങ്കിൽ, ഇപ്പൊ സപ്പോസ് ഞാൻ പറയുന്ന സാധനം ഇതാണ്, അവിടെ ഇപ്പോൾ കുറച്ച് വീടുകളിൽ കുറെ മോഷണം നടന്നു എന്ന് വിചാരിക്കുക. ഇതിനെ എതിർക്കുന്നവരും ഉണ്ടല്ലോ, ഈ സമരത്തിന് അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നവരും ഉണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരാൾ മരണപ്പെടുക, ഒരു സാധനം ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെതിരെ തിരിയാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഈ സാധനം ഡൈല്യൂട്ട് ചെയ്തു പോകും. അപ്പം അതെന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം മറ്റേതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു കമാൻഡർ ഉണ്ടാവും, അല്ലെങ്കിൽ കമാൻഡ് ടീം ഉണ്ടാവും. അപ്പോൾ ഇതിനനുസരിച്ച് ഈ സിസ്റ്റം പോകുമ്പോൾ തന്നെ അവർക്കത് ഒരു പ്രശ്നത്തിലേക്ക് പോവുകയാണെങ്കിൽ, വയലേഷനിലേക്ക് പോവുകയാണെങ്കിൽ പോലും തടഞ്ഞു നിർത്താൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരും. ഇത് രോഷം മാറി ഏതവസ്ഥയിലേക്ക് ഇത് പലയിടത്തുനിന്നും വന്ന് കൂടുന്നതാണ്. ആ കൂട്ടത്തിനെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നങ്ങൾ വരാം. അത് ഈ സത്യസന്ധമായിട്ടുള്ള വിഷയത്തിൽ നിന്ന് ചിലപ്പം മീഡിയാസോ മറ്റുള്ളവരോ ഇത് ഡൈവേർട്ട് ചെയ്ത് പോയാൽ ആ സമരം ഒന്നും എത്താതെ പോകും. ഇപ്പം നോർമലി ഇപ്പം ഇന്നത്തെ ഞാൻ ജസ്റ്റ് മുമ്പ് കേട്ട ന്യൂസിൽ ആ സമരം ഏതോ അവർ പറഞ്ഞ ആവശ്യം സക്സസ് ആയി എന്ന് പറയുന്നത് കേട്ടു. ബാക്കി വിശദമായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു കോർഡിനേഷന് വേണ്ടിയിട്ട് പാർട്ടി അല്ലെങ്കിൽ മീൻസ് ഒരു ഓർഗനൈസേഷൻ ഉള്ളത് നല്ലതാണ്. ഓക്കെ, ഓരോ ക്യാരക്ടേഴ്സിന് തയ്യാറെടുപ്പുകൾ നടത്താറുണ്ടോ? ഞാൻ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കേണ്ട വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ജയ്ഭീമിന് വേണ്ടി മാത്രമാണ്. കാരണം അത് എനിക്ക് ഒരു രീതിക്കും എനിക്ക് അതിൻ്റെ ഒരു ഇമോഷൻ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് ആ ഒരു ക്യാരക്ടർ നിൽക്കുന്ന ഒരു കൾച്ചറോ അല്ലെങ്കിൽ സംസാരിക്കുന്ന ഭാഷയോ ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് പുതിയതായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി മനസ്സിലാക്കാൻ, ബാക്കിയൊക്കെ ഇപ്പം ഞാൻ അതിനുശേഷമോ അതിനു മുമ്പോ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ എവിടെയെങ്കിലും നമുക്ക് അറിയുന്നതാണ്, നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള കഥാപാത്രങ്ങളാണ്. പക്ഷെ ഈ ഇരുളർ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് പോലും ഇങ്ങനെ ഒരു കഥ കേൾക്കുമ്പോഴാണ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവരുടെ ലൈഫ് ഇങ്ങനെയാണെന്ന് പോലും ഞാൻ അറിയുന്നത്. സോ അതിനു വേണ്ടിയിട്ട് എനിക്ക് പ്രിപ്പറേഷൻസ് വേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായും അവരിൽ ഒരാളായി മാറുക എന്നുള്ളത് എനിക്കൊരു വലിയ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു. വരാനിരിക്കുന്ന പ്രൊജക്റ്റുകളിൽ ഈ പറഞ്ഞ പോലെ നല്ല ട്രെൻഡിങ് ആയി നിൽക്കുന്ന ടീമിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊജക്റ്റുകൾ? ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഓരോ കോളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് ഇപ്പോൾ ഈ അടുത്ത റീസെൻ്റ്ലി ഒരു ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു. തുടങ്ങിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ല അതിനെ പറ്റിയിട്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമാവുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷമാണ് അതിന്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളെ വിളിക്കുമ്പോൾ, നല്ല ടീമൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പോൾ അതുപോലെ ഒരു കോളേജ് എടുത്ത് വന്നിട്ടുണ്ട്. ഉടനെ ഓഗസ്റ്റ് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും തുടങ്ങാനുള്ളത്. നടക്കട്ടെ. ഇനി ജൂലൈ 31 സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ കാണുന്നവർക്കൊക്കെ നല്ലൊരു ഉന്മാദം ഉണ്ടാവട്ടെ. താങ്ക് യു.